ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്കുള്ള ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗപ്പികളുടെ ഒരു അപ്ഡേറ്റാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു സീരീസ് പോലെ ഗപ്പി ഫാമിനെ പറ്റി വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതപ്പോൾ അതിൻ്റെ അത് 4ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ നേരത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണുക, അതിന് ശേഷം ഇത് കാണുക, എന്നാലാണ് നിങ്ങൾക്ക് കണ്ടിന്യൂറ്റി കിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റിൽ മെയിനായിട്ട് കാണിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഫുൾ റെഡിൻ്റെ ബ്രീഡിംഗ് സ്റ്റോക്കുകൾ നമ്മളൊരു ബേസിനിലോട്ട് മാറ്റി. നേരത്തെ നമ്മൾ അതുങ്ങളെ ഫ്രിഡ്ജ് ബോക്സിൻ്റെ അകത്താണ് ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മുടെ കയ്യിലിപ്പോൾ കുഞ്ഞുങ്ങൾ അത്യാവശ്യം സൈസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ ഫ്രിഡ്ജ് ബോക്സിലൊക്കെ ഇട്ടിട്ട് ഈ ബ്രീഡിംഗ് സ്റ്റോക്കുകൾ നമ്മൾ ബേസിനിലോട്ട് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫുൾ റെഡി ഗപ്പികളൊക്കെ എങ്ങനെ നമ്മൾ മാറ്റിയാലും നമ്മൾ എന്താണെങ്കിലും കർശനമായിട്ട് നമ്മൾ ബ്രീഡിംഗ് ബോക്സിൻ്റെ അകത്താണ് ഇടാൻ, അല്ലെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളൊന്നും ലഭിക്കില്ല. ഇപ്പോൾ നമ്മൾ ഈ ബ്രീഡിംഗ് ബോക്സ് വെച്ചുകൊണ്ടാണ് നമുക്ക് കുറച്ച് കുഞ്ഞുങ്ങൾ ഇറങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ നമുക്കിനി പിടിച്ച് വേറെ പാത്രത്തിലോട്ട് മാറ്റണം. അതുപോലെ തന്നെ ഈ ആൽബിനോ വെറൈറ്റീസിൻ്റെ ഒക്കെ കുഞ്ഞുങ്ങൾ ചെറുതായിരിക്കുമ്പോൾ തന്നെ ഒരു വൈറ്റ് ഷെയ്ഡാണുള്ളത്. അപ്പോൾ നമ്മൾ ഈ ബ്രൂട്ട് സ്റ്റോക്കിനെ മാക്സിമം ഒരു ബ്ലാക്ക് കളർ കണ്ടെയ്നറിലൊക്കെ ഇടുവാണെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളെ കാണാനും പിടിച്ചെടുക്കാനൊക്കെ വളരെയധികം എളുപ്പമായിരിക്കും. നമ്മുടെ ബ്രീഡിംഗ് ബേഴ്സ് ഗപ്പികൾക്ക് എപ്പോഴും നല്ല ഫുഡ് കൊടുത്താലാണ് നമുക്ക് നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് 2 നേരമാണ് ഫുഡ് കൊടുക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു നേരം നമ്മൾ എങ്ങനെയാണെങ്കിലും ലൈഫ് ഫുഡ് ഇൻക്ലൂഡ് ചെയ്യും, ഒരു നേരം ഡ്രൈ പെല്ലറ്റ്സുമാണ് കൊടുക്കുന്നത്. അപ്പോൾ ലൈഫ് ഫുഡായിട്ട് നമ്മൾ ആർട്ടിമിയാണ് കൊടുക്കുന്നത്. പിന്നെ ഡ്രൈ ഫുഡായിട്ട് നമ്മൾ പ്രിൻസീനും ആർട്ടിമിയ ഫ്ലേക്സ്, സ്പൈർലീന ഫ്ലേക്സ് അതുപോലത്തെ തീറ്റകളൊക്കെയാണ് കൊടുക്കുന്നത്. ഫുൾ റെഡ് കൂടാതെ നമ്മുടെ കയ്യിലുള്ളൊരു വെറൈറ്റിയാണ് നമ്മുടെ ജെറ്റ് ബ്ലാക്ക്, അതായത് ഫുൾ ബ്ലാക്ക് എന്നും പറയും. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു വെറൈറ്റി തന്നെയാണ്. ഏകദേശം കുറച്ച് കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടി. അപ്പോൾ ഒറ്റ ബ്രീഡിങ്ങിൽ തന്നെ അത്യാവശ്യം 10-40 കുഞ്ഞുങ്ങളോളം നമുക്ക് ഈ ബ്ലാക്കിന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജുവനൈൽ സൈസ് ആയിരുന്നപ്പോഴാണ് ഈ ബ്ലാക്കിനെ മേടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഇപ്പോൾ അതിന് കുറച്ച് ഏജായി. ഇപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ക്വാളിറ്റി നമുക്ക് കാണാൻ പറ്റുന്നത്. ചെറിയൊരു ഇയറൊക്കെ പോലെ ഉണ്ട്. നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, വേറെ ലൈറ്റ് ഷെയ്ഡും അങ്ങനെയൊന്നുമില്ല. അപ്പോൾ വളരെ മികച്ചൊരു ഗപ്പി തന്നെയാണ് ഈ ഫുൾ ബ്ലാക്കും. ആൽബിനോസിനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ബ്ലാക്ക് ഗപ്പീസ് അധികം കുഞ്ഞുങ്ങളെ കഴിക്കാറില്ല, എങ്കിലും ഇവർ അത്യാവശ്യം കഴിക്കും. അപ്പോൾ നമുക്ക് മാക്സിമം കുഞ്ഞുങ്ങളെ വേണമെന്നുള്ള ഇതുകൊണ്ടാണ് നമ്മൾ ഇതിനും ബ്രീഡിംഗ് ബോക്സ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബ്രീഡിംഗ് ബോക്സ് ഈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് വെക്കണ ബാസ്ക്കറ്റാണ്. അപ്പോൾ അതിൻ്റെ അറ്റത്ത് 2 തെർമോക്കോൾ കെട്ടി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ സെറ്റപ്പ് ചെയ്താലും നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടും. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഫാമിൽ തന്നെ ഉണ്ടായ കുറച്ച് കുഞ്ഞുങ്ങളെയാണ്. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ഫുൾ റെഡ് ഗപ്പികളിൽ ആദ്യമായിട്ട് കിട്ടിയ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 45 ദിവസത്തോളം വളർച്ചയായി, ഏകദേശം ജുവനൈൽ സൈസ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് 45 ദിവസത്തെ കിട്ടിയ ഗ്രോത്ത്. അപ്പോൾ നമുക്കിവർക്ക് മെയിനായിട്ട് ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിമിയ കൊടുക്കാറുണ്ട്, പിന്നെ അതുപോലെ തന്നെ ആർട്ടിമിയ ഫ്ലേക്സ് കൊടുക്കാറുണ്ട്, പിന്നെ പ്രിൻസിൻ കൊടുക്കാറുണ്ട്. അപ്പോൾ കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ നമ്മൾ പല സമയത്തായിട്ട് കൊടുത്താലാണ് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം റെഡ് കളറൊക്കെ കയറി തുടങ്ങി, മെയിൽ ഫീമെയിലൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാറായി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് മെയിലിനെ ഫീമെയിലിനെ സെപ്പറേറ്റ് ചെയ്ത് തരണം, എങ്കിലാണ് നല്ലൊരു ഗ്രോത്ത് കിട്ടുള്ളൂ. ഫുൾ റെഡ് ഗപ്പികളുടെ ഒരു സെക്കൻഡ് ബാച്ചാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 2 ഫീമെയിൽസിൻ്റെ കുഞ്ഞുങ്ങളോളം ഉണ്ട്, ഒരു 10-40 കുഞ്ഞുങ്ങളുടെ മേളിൽ എന്താണേലും ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട ഗപ്പികളെക്കാളും ഒരു 10 ദിവസത്തെ വളർച്ച ഇവർക്ക് കുറവാണ്. അപ്പോൾ ആദ്യത്തെ ഗപ്പി ഉണ്ടായിട്ടൊരു 10-15 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഗപ്പികളുണ്ടായത്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസാണ് ഈ ഗ്രോത്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്കിലും കുഴപ്പമില്ലാത്തൊരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടി. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ കളർ കൂടിയിരിക്കുന്ന മെയിലും കളർ കുറവുള്ളത് ഫീമെയിലുമാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിനൊന്ന് സെപ്പറേറ്റ് ചെയ്യണം. ഇതിങ്ങൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആർട്ടിമിയൊക്കെയാണ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ ആർട്ടിമിയ ഫ്ലേക്സും കൊടുക്കാറുണ്ട്. അപ്പോൾ കറക്റ്റ് ടൈമിൽ കൊടുക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കറക്റ്റ് ടൈമിൽ കൊടുത്താലാണ് നമുക്ക് ഏറ്റവും നല്ലൊരു ഗ്രോത്ത് കിട്ടുള്ളൂ. പിന്നെ ഓവർ ഫീഡും ചെയ്യാണ്ടിരിക്കുക. ഈ കാണുന്ന കുഞ്ഞുങ്ങൾ ഏകദേശം ഒരു 2 ആഴ്ചയോളം പ്രായമുണ്ട്. അപ്പോൾ നമ്മൾ 2 ആഴ്ച വരെ പ്ലാസ്റ്റിക്കിൻ്റെ ട്രേക്കകത്താണ് ഇടാറ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനത്തെ ബേസിനിലോട്ട് ഇറക്കി വിടും. അപ്പോൾ ഈ ബേസിന് ഏകദേശം ഒരു 30 ലിറ്ററോളം വെള്ളം കൊള്ളും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബേസിനിൽ നമുക്കൊരു 10-15 ദിവസം കൂടി കീപ്പ് ചെയ്യാം. അപ്പോഴത്തേക്ക് നമുക്ക് ഫ്രിഡ്ജ് ബോക്സിലോട്ട് മാറ്റാറാവും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ സ്റ്റേജിലും ഓരോ അളവിലുള്ള വെള്ളം കൊടുത്താൽ മാത്രമാണ് കറക്റ്റ് അവരുടെ ഗ്രോത്ത് കയറി വരുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം ഒരു 2 ആഴ്ചയോളം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ്. ഇത് വേറൊരു ഫീമെയിലിൻ്റെ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ തമ്മിൽ ഒരു 1-2 ദിവസത്തെ ഗ്യാപ്പേ ഉള്ളൂ. അപ്പോൾ ഈ ബേസിൻ്റെ സ്റ്റേജ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനെയും ഫ്രിഡ്ജ് ബോക്സിൽ ഒരുമിച്ചിട്ട് വളർത്താൻ സാധിക്കും.
ഈ കാണുന്നത് നമ്മുടെ ഫുൾ ബ്ലാക്ക് ഗപ്പികളുടെ കുഞ്ഞുങ്ങളാണ്. ഇത് ഏകദേശം ഒരു 10-30 കുഞ്ഞുങ്ങളോളം ഉണ്ട്. അപ്പോൾ ഇതൊരു 2 ആഴ്ച കഴിഞ്ഞ് ഏകദേശം ഒരു 20 ദിവസത്തോളമായി. ഇനി ഒരു 10-15 ദിവസം കൂടി ഈ ബേസിലിട്ട് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജ് ബോക്സിലോട്ട് ഇറക്കി വിടാം. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളാണെങ്കിലും സെപ്പറേറ്റ് ചെയ്താണ് വളർത്തുന്നത്. ഓരോ വെറൈറ്റിക്ക് ഓരോ പാത്രം കൊടുത്താണ് നമ്മൾ വളർത്തുന്നത്. ഒരുമിച്ചിട്ട് വളർത്തുകയും ചെയ്യാം, പക്ഷേ നമ്മൾ ക്വാളിറ്റിയും കൂടി നോക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് വളർത്തുന്നത്. നമ്മുടെ അടുത്തുണ്ടാകുന്ന എല്ലാ കുഞ്ഞുങ്ങളെ നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനത്തെ ട്രേകളിലാണ് വളർത്തിയെടുക്കുന്നത്. ഏകദേശം ഒരു 15 ദിവസം നമ്മൾ ഇങ്ങനത്തെ ട്രേക്കകത്ത് കീപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ ട്രേയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ഹൈറ്റ് വളരെയധികം കുറവാണ്, അതുപോലെ തന്നെ ലെങ്ത്തും വിഡ്ത്തും അത്യാവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് ആർട്ടിമിയൊക്കെ ഫീഡ് ചെയ്യുമ്പം ഇവർക്ക് മാക്സിമം അത് കഴിക്കാൻ സാധിക്കും. കാര്യം ആർട്ടിമിയൊക്കെ ഡയറക്റ്റ് വേറെ അങ്ങോട്ട് പോകാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് അങ്ങനെ തന്നെ നിൽക്കും. ഈ നമ്മൾ വലിയ ടാങ്കിലിട്ട് കുഞ്ഞുങ്ങളെ വളർത്തി കഴിഞ്ഞാൽ ആർട്ടിമിയൊക്കെ ഏതെങ്കിലും കോർണറിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ഇവർക്ക് അങ്ങനെ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ചെറിയ ട്രേകൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഈ ഗപ്പി ഫാം സ്റ്റാർട്ട് ചെയ്തു, ഏകദേശം ഒരു ഇത്രത്തോളമൊക്കെ എത്തിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ വീഡിയോസ് മാക്സിമം ഇടാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഫാമും കുറച്ചുകൂടി സെറ്റപ്പ് ആക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. തുടർന്ന് നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.